ഹായ്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ചാപ്റ്റർ ആയിരുന്നു? നാച്ചുറൽ ഫിനോമിന അല്ലെ? അപ്പൊ അതിൽ മെയിൻ ആയിട്ട് സ്റ്റോറി ഓഫ് ലൈറ്റ്നിങ്. എന്തായിരുന്നു ലൈറ്റ്നിങ് എന്ന് പറഞ്ഞത്? നമ്മൾ പഠിച്ചതല്ലേ ലൈറ്റ്നിങ് എന്നുള്ളത് അല്ലെ? അതിന്റെ സ്റ്റോറി, എങ്ങനെയാണ് ഈ ലൈറ്റ്നിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ട നമ്മൾ ചാർജസിനൊക്കെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ ചാർജസ് ഉണ്ടായിരുന്നു മക്കളെ? പോസിറ്റീവും നെഗറ്റീവും ചാർജസ് അല്ലെ? പ്രോട്ടോൺസും ഇലക്ട്രോൺസും. ഏതായിരുന്നു ഇലക്ട്രോൺസിന്റെ ചാർജസ്? ഒന്ന് പറഞ്ഞേ, ഏതാണ് ഇലക്ട്രോൺസിന്റെ ചാർജസ് വരുന്നത്? നെഗറ്റീവ് ചാർജ് അല്ലെ? ഇലക്ട്രോൺസിന് ഏത് ചാർജ് ആണുള്ളത്? നെഗറ്റീവ് ചാർജ്. ഓക്കെ, പ്രോട്ടോൺസിനോ ഏത് ചാർജ് ആണ്? പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ പാട്ടിൽ അതൊക്കെ എടുത്തതാണ് അല്ലെ? നമ്മൾ എങ്ങനെയായിരുന്നു, വേറെ എന്തോ പഠിച്ചിരുന്നല്ലോ നമ്മൾ, ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ്. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലൈറ്റ്നിങ്ങിന്റെ ഇത് പഠിക്കാൻ പോകുന്നത്. സ്റ്റോറി അല്ലെ? സ്റ്റോറി ഓഫ് ലൈറ്റ്നിങ് എന്നാ പറയുന്നത്. ഓക്കെ, ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ലൈറ്റ്നിങ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് നമ്മളുടെ ഈ ആകാശത്ത് എങ്ങനെ ലൈറ്റ്നിങ് സംഭവിക്കുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളുടെ മെയിനായി നമ്മൾ അതിലേക്ക് പോവാണ്, ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ, മാമിന്റെ കൂടെ തന്നെ പോലെ. ഡ്യൂറിങ് എ തണ്ടർ സ്റ്റോം എന്താണ് നമ്മൾ പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹോട്ട് എയർ നമ്മളുടെ എന്താണ് മേലോട്ട് പോവും. അവിടുന്ന് എന്താ പറയുന്നത്? എയർ ഡ്രോപ്സ് അല്ലെ? റെയിൻ ഡ്രോപ്സ് മഴത്തുള്ളികൾ താഴോട്ട് വരുന്ന ഒരു പ്രോസസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മഴ എങ്ങനെ ഉണ്ടാവുന്ന എന്നുള്ള പ്രോസസ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, എങ്ങനെയാണ് എയർ ഡ്രോപ്സ് എന്തായിരുന്നു മക്കളെ? ഹോട്ട് എയർ. ഓക്കെ, മിസ്സായി പോയി. ഓക്കെ, അപ്പൊ ഹോട്ട് എയർ മുകളിലോട്ടും റെയിൻ ഡ്രോപ്സ് താഴോട്ടും വരുന്ന ഒരു പ്രോസസ് ഉണ്ട് എന്ന് പഠിച്ചു. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രോസസ്സില് നമുക്കറിയാം, മാം പറഞ്ഞിട്ടുണ്ട്, ഈ ഏതൊരു നമ്മളുടെ വേൾഡിലുള്ള ഏതൊരു വിധത്തിലുള്ള എല്ലാ സംഭവത്തും ചാർജസ് ഉണ്ട്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ഇൻ ന്യൂട്രൽ ഫോം അല്ലെ? ന്യൂട്രൽ ആണെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ ന്യൂട്രൽ ആന്ന് പറഞ്ഞാല്? പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസ് സെയിം ഉള്ളൊരു ഇതാണ് അല്ലെ ന്യൂട്രൽ എന്ന് പറഞ്ഞാല് അല്ലെ? അപ്പൊ ഒരു നമ്മൾ പറഞ്ഞ 50 പോസിറ്റീവ് ചാർജസ് ഉണ്ടെങ്കിൽ 50 നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അപ്പൊ അതെന്തായാലും ന്യൂട്രൽ ആണ്. ഓക്കെ, ഈ ചാർജസിന് ഏതെങ്കിലും ഒന്ന് മിസ്സായോ അല്ലെങ്കിൽ ഒന്ന് ആഡ് ചെയ്തോ ആണെങ്കിൽ എന്താണ്, നമ്മൾ ആ ബോഡി ചാർജ്ഡ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ചാർജ്ഡ് ആവാനുള്ള കുറെ വേയൊക്കെ നമ്മൾ പഠിച്ചു. റബ്ബിംഗ് മെത്തേഡ് അല്ലെ? നമ്മൾ ബലൂൺ വെച്ചിട്ട് റബ്ബ് ചെയ്താലൊക്കെ നമുക്ക് ചാർജ്ഡ് ആക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പഠിച്ചതല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾക്ക് ഏതൊരു ബോഡിയും, എർത്തിലുള്ള ഏതൊരു ബോഡിയും ചാർജ്ഡ് ആണ്. ഓക്കെ, അതിനെന്താണ്? ന്യൂട്രൽ ഫോമിലാണ്. അതെന്താ കാരണം? എന്താണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെയിം ഇതിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ സ്കൈയിലുള്ള ക്ലൗഡ്സ്. ഓക്കെ, നമുക്കറിയാലോ ക്ലൗഡ്സ്, അറിയാം കുറെ ക്ലൗഡ്സ് ഉണ്ടെന്ന് അറിയാലേ? ആ ക്ലൗഡ്സിലും എന്തുണ്ട് മക്കളെ? ചാർജസ് ഉണ്ട്. പോസിറ്റീവും നെഗറ്റീവും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ചാർജസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ആ ചാർജസ് ഇങ്ങനെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുകയാണ് നമ്മളെ ക്ലൗഡ്സിൽ. ഓക്കെ, കുറച്ച് പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും എന്താണ് ഇങ്ങനെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്കറിയാം കുറെ ക്ലൗഡ്സ് ഉണ്ട് അല്ലെ? ആകാശത്ത് കുറെ ക്ലൗഡ്സ് ഉണ്ട്. അപ്പൊ എല്ലാ ക്ലൗഡ്സിലും എന്താണ് ഇങ്ങനെ ചാർജസ് ഉണ്ട്. ഈ ക്ലൗഡ്സ് തമ്മിൽ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? കൊളൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എപ്പം? ഈ കാറ്റും നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ക്ലൗഡ്സ് പെട്ടെന്ന് അനങ്ങാൻ ചാൻസ് ഉണ്ട്. അവരെങ്ങനെ മുന്നേ കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെ? ആ സമയത്ത് എന്താവാൻ ചാൻസ് ഉണ്ട് മക്കളെ? ഈ ഇലക്ട്രോൺസും പ്രോട്ടോൺസും നമ്മൾ ന്യൂട്രലായി നിന്ന ഈ ക്ലൗഡ്സ് തമ്മിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അവരുടെ സബ്ട്രാക്ഷന് ചാൻസ് ഉണ്ട് അല്ലെ? എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ട് ക്ലൗഡ്സ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിലും ഇലക്ട്രോൺസ് ന്യൂട്രോൺസും ഇതിലും ഇലക്ട്രോൺസ് ന്യൂട്രോൺ. ഇപ്പൊ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോ എന്ത് ചെയ്യും? ഈ അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്തിട്ട് അതൊരു സൈഡിലേക്കായിട്ട് മാറി നിൽക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ക്ലൗഡ്സിൽ അപ്പർ പോർഷനിൽ പോസിറ്റീവ് ചാർജസ് ഇത് ചെയ്യും, ലോവർ പോർഷനിൽ നെഗറ്റീവ് ചാർജസ് നിൽക്കും. അങ്ങനെയാണ് നമ്മൾ ക്ലൗഡ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സയൻസ് കണ്ടുപിടിച്ചെന്താണ്? മുകളിൽ പോസിറ്റീവ് ചാർജസും താഴെ നെഗറ്റീവ് ചാർജസും ആയിട്ടാണ് ക്ലൗഡിൽ നിൽക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അതൊന്ന് മാം ആലോചിച്ച് നോക്കണം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് പോയിന്റ്സ് വായിച്ചു നോക്കിയാലോ. എന്തായിരുന്നു? ഡ്യൂറിങ് എ തണ്ടർ സ്റ്റോം. ഓക്കെ, ഇതൊരു തണ്ടർ സ്റ്റോമിന്റെ സമയത്ത് ഹോട്ട് എയർ മൂവ്സ് അപ്വേർഡ്സ് വൈൽ റെയിൻ ഡ്രോപ്സ് ഫാൾ ഡൗൺ ഓർ ഹേർഡ്. ഓക്കെ, നമുക്കറിയുന്നല്ലേ? ഹോട്ട് എയർ എങ്ങോട്ട് പോവും? മേലോട്ട് പോവും. എയർ ഡ്രോപ്സ് റെയിൻ ഡ്രോപ്സ് താഴോട്ട് വരും. ഓക്കെ, This leads to separation of charges in the atmosphere. Okay, ഈ ഒരു കേസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ക്ലൗഡ്സിന്റെ മൂവ്മെന്റ് കൊണ്ട് നമ്മൾ സെപ്പറേറ്റഡ് ആവും, ചാർജസ് സെപ്പറേറ്റഡ് ആവുന്നു. ഇതുപോലെ തന്നെ റെയിൻ ഡ്രോപ്സ് താഴോട്ടും നമ്മളുടെ
എന്താണ് മക്കളെ, ഈ റെയിൻ ഡ്രോപ്സ് താഴോട്ട് ഹോട്ട് എയർ മേളിലോട്ടും പോകുന്ന സമയത്തും അവിടെ എന്താണ് ഒരു മൂവ്മെന്റിന്റെ സമയത്തും അവിടെ എന്താണ് ചാർജസ് ഒക്കെ സെപ്പറേറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചാർജ് സെപ്പറേറ്റ് ആവുന്നത് എങ്ങനെ ചാർജ് സെപ്പറേറ്റ് ആവുന്നത് നോക്കി. As a result, negative charges get accumulated in lower edges of the clouds. Okay, cloudsന്റെ ഇപ്പൊ ഒരു ക്ലൗഡ് ആണെന്ന് വിചാരിച്ചേ, ഈ ക്ലൗഡ്സിന്റെ മാം ജസ്റ്റ് ഓക്കെ മാം ജസ്റ്റ് ക്ലൗഡ് വരച്ചു. ലോവറിലൊക്കെ നെഗറ്റീവ് ചാർജസ്. ഓക്കെ, അപ്പറിലൊക്കെ എന്ത് ചാർജസ് ആണ്? പോസിറ്റീവ് ചാർജസും അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നത് ക്ലൗഡ്സിലൊക്കെ ഒരു ന്യൂട്രൽ ഫോമിലായിരുന്നു. ന്യൂട്രൽ ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ഈ ക്ലൗഡ് എന്താണ് ഇങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് ഇതൊക്കെ പാടെ ഇങ്ങനെ ആയിരുന്നു. ഓക്കെ, അല്ല ജസ്റ്റ് ന്യൂട്രൽ ഫോമിലായിരുന്നു. സെയിം നമ്പർ ആണ് മാം വരച്ച, സെയിം നമ്പർ ആണോ എന്ന് അറിയുന്നത്, സെയിം നമ്പർ ന്യൂട്രൽ ഫോമിലായിരുന്നു. ബട്ട് ഇൻ കേസ് അവരെന്താണ് ഒരു മൂവ്മെന്റ് നടന്നു, എന്താ ഹോട്ട് എയർ മുകളിലോട്ടും റെയിൻ ഡ്രോപ്സ് താഴോട്ടും വരുന്ന സമയത്ത് അവിടെ എന്താണ് ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് ക്ലൗഡ്സിന്. ആ സമയത്താണ് നമ്മളുടെ എന്താണ് ഈ ക്ലൗഡ്സ് തമ്മിലൊക്കെ എന്താണ് കൊളൈഡ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾക്ക് എന്ത് വരുന്നത്, ശരിക്കും സപ്രഷൻ വരുന്നത്. അപ്പൊ ക്ലൗഡ്സ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആവുന്നത്? പോസിറ്റീവ് മുകളിലും നെഗറ്റീവ് എന്താണ് വരുന്നത്, താഴെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് നമ്മളുടെ ക്ലൗഡ്, ഇതെന്താ മാം വരച്ചത്? ക്ലൗഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് നമ്മളുടെ എർത്ത് ആണെന്ന് വിചാരിച്ച്. എർത്തിന്റെ മുകളിലെ സർഫസിൽ എന്തൊക്കെ ഉണ്ടാവും? ട്രീസ് ഉണ്ടാവും അല്ലെ? ഓക്കെ, ട്രീസ് ഒക്കെ ഉണ്ടാവും അല്ലെ? നമുക്ക് ഹൗസസ് ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് മാം വരച്ചു എന്നുള്ളൂ കേട്ടോ. ഈ ഇതിന്റെ സർഫസ്, എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത് ഏത് ചാർജ് ആയിരിക്കും പറയുന്നത്? ഏത് ചാർജ് ആയിരിക്കും പറയുന്നത്? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. എർത്തിന്റെ സർഫസിലൊക്കെ ഉണ്ടാവുന്ന പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പോസിറ്റീവ് ചാർജസ് ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന പോസിറ്റീവ് ചാർജസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ലൈറ്റിംഗ് സംഭവിക്കുന്നത് വിചാരിച്ചു. ഇത് ക്ലൗഡ് ആണ്. ക്ലൗഡ് ഇത് നമ്മളുടെ സർഫസ് ആണ്. ഇവിടെ എന്താണ്? പോസിറ്റീവ് ചാർജസ് ആണ്. നമുക്കറിയുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ എന്ത് ചാർജസിന്റെ റൂള് പോലെ പഠിച്ചിട്ടുണ്ട്. അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും മക്കളെ? അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇത് അൺലൈക്ക് ചാർജസ് ആണോ? ഇവിടെ ഉള്ളത് നെഗറ്റീവ് ചാർജും ഇവിടെ ഉള്ളത് പോസിറ്റീവ് ചാർജാണ്. അവർ തമ്മിൽ എന്താണ് ഒരു അട്രാക്ഷൻ സംഭവിക്കും. ഓക്കെ, പക്ഷെ നമുക്കറിയാം നമുക്കറിയാം എയർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു ഇൻസുലേറ്റർ ആണ്. അവിടെ എന്താണ് അതിലൂടെ എന്താണ് കറണ്ട് എന്താണ് നമ്മളുടെ ഫ്ലോ ഓഫ് ചാർജസ് നടക്കോ? ഇല്ല. ബട്ട് സം കേസസ്, ചില കേസസിൽ അവിടെ എന്താ ഫ്ലോ നടക്കും. ഓക്കെ, ഈ ഒരു സമയത്ത് ഇവിടെ അക്യുമുലേറ്റഡ് ആണ്. ഇവിടെ ഇലക്ട്രോൺസ് ഭയങ്കരമായിട്ട് ക്ലൗഡ്സിന്റെ താഴെ നിറച്ച് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ കുറെ പ്രോട്ടോൺസും ആണ്. ചില സമയത്ത് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ് താഴേക്ക് ഇറങ്ങി വരും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രോട്ടോൺസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രോൺസ് താഴേക്ക് വരും, പ്രോട്ടോൺസ് മേലോട്ട് വരും. ഓക്കെ, ആ ഒരു കേസിൽ അവിടെ എന്ത് സംഭവിക്കും? അവര് തമ്മിൽ ഈ അൺലൈക്ക് ചാർജസ് തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ സ്പാർക്ക് സംഭവിക്കും. ആ സ്പാർക്ക് ആണ് നമുക്ക് ശരിക്കും എന്ത് വരുന്നത് മക്കളെ? ലൈറ്റ്നിങ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു സ്പാർക്കിന്റെ കേസാണ് നമ്മളെ ലൈറ്റ്നിങ്. എങ്ങനെ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസും താഴോട്ട് ഇറങ്ങി വരും, പ്രോട്ടോൺസും ആയിട്ട് കൊളൈഡ് ചെയ്യും അല്ലെ? അവർ അട്രാക്ട് ചെയ്യാൻ വരുമ്പോ അവിടെ ഒരു സ്പാർക്ക് സംഭവിക്കും. അതാണ് ശരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്ന ലൈറ്റ്നിങ്. ഓക്കെ ആണോ? അപ്പൊ സിംപ്ലി ചെറിയൊരു നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ എന്താണ് ലൈറ്റ്നിങ്ങിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കിയാലോ? റീഡ് ചെയ്താലോ മക്കളെ? ഒന്ന് റീഡ് ചെയ്താലോ? എന്നിട്ട് മാം ഇതിലേക്ക് തന്നെ വരാട്ടോ. നമുക്ക് നമ്മളുടെ ഇതിൽ റീഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. അപ്പൊ എന്തേലും നമ്മുടെ ലൈറ്റ്നിങ് കേസ് ഒന്ന് റീഡ് ചെയ്തേ. ഓഹോ, സോറി ട്ടോ. എന്നാ റീഡ് ചെയ്തേ. During a thunderstorm, the hot air moves to upwards while the raindrops falls downwards. നമുക്ക് അറിയുന്ന കേസാ അല്ലെ? ഓക്കെ, സെക്കൻഡ് വായിച്ചേ. This leads to separation of charges in the atmosphere. അറ്റ്മോസ്ഫിയറിലുള്ള ചാർജസിന്റെ സെപ്പറേഷൻ. ഓക്കെ, അറ്റ്മോസ്ഫിയർ ചാർജസ് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ ക്ലൗഡ്സിലുള്ള ചാർജസ് ആണ്. ഓക്കെ, പിന്നെന്താണ്? As a result, negative charges get accumulated in lower edges, okay, of clouds. Cloudsന്റെ താഴെ നെഗറ്റീവ് ചാർജസ് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. While positive charge accumulated the upper edge. Okay, positive charge എവിടെ accumulate ചെയ്യും? Upper edge accumulate ചെയ്യും. Okay അല്ലേ?
ഇപ്പൊ മനസ്സിലായോ? നമുക്ക് അടുത്ത പോയിന്റ് ഇപ്പൊ. ഓക്കെ, ദ ഗ്രൗണ്ട് ഈസ് അക്യുമുലേറ്റഡ് വിത്ത് പോസിറ്റീവ് ചാർജ് ഓൾ ഓവർ. ഓക്കെ, മാം പറഞ്ഞു അല്ലെ, ഗ്രൗണ്ടിലുള്ള നമ്മളുടെ ഈ ട്രീസ് ഇതിന്റെയൊക്കെ മുകളിൽ എന്ത് ചാർജസ് ആണ് ഉണ്ടാകുന്നത്? പോസിറ്റീവ് ചാർജ് ആണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്? ദീസ് ചാർജസ് ബിഗിൻ ടു മൾട്ടിപ്ലൈ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ വിൻഡ് ആൻഡ് റെയിൻസ്. ഓക്കെ, ഈ വിൻഡിലും റെയിൻസിലും ഈ സംഭവം മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് റെയിൻ ഡ്രോപ്സും എന്താണ് വിൻഡിന്റെ സമയത്ത് എന്തുവരും മക്കളെ? അവിടെ ക്ലൗഡ്സ് ഒക്കെ വന്ന് അല്ലെ, ക്ലൗഡ്സ് തമ്മിൽ അല്ലെ, കുറെ ക്ലൗഡ്സ് ഉണ്ട്, അവർ തമ്മിൽ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് എന്താ കൊളീഷൻ സംഭവിക്കും. അപ്പോഴൊക്കെ ചാർജസിന്റെ എന്താണ് സപ്പറേഷൻ സംഭവിക്കും. അവിടെയൊക്കെ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും, കൂടുതൽ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും. അതുപോലെ റെയിൻഫാളിന്റെ സമയത്ത്, ഹോട്ട് എയർ മൂവി റെയിൻഫാളിന്റെ സമയത്തും അവിടെ ചാർജസ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലെ ചാർജസ് കൂടുതലായി നിൽക്കുന്നത്. അവിടെ എയർ എന്തായിരുന്നു? ഇൻസുലേറ്റർ ആയിരുന്നു. ബട്ട് അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരേണ്ടി അല്ലെ, അതിന് വരുന്ന ഒരു കഷ്ടപ്പാട് കൊണ്ട് വരികയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓൾദോ നമ്മൾ 5th പോയിന്റ് വായിച്ചത്, ദീസ് ചാർജസ് ബിഗിൻ ടു മൾട്ടിപ്ലൈ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ റെയിൻഫാൾ ആണ് അല്ലെ. റെയിൻഫാൾ വിൻഡ് കൊണ്ട് ഇതെന്താണ്? മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഓൾദോ ദ എയർ ഈസ് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം പുവർ കണ്ടക്ടർ ആണ് അല്ലെ, എയർ എന്ന് പറയുന്നത് ഒരു പുവർ കണ്ടക്ടർ ആണ്. അതാണ് മാം പറഞ്ഞ ഇൻസുലേറ്റർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഡ്യൂ ടു ഹെവി ചാർജസ് ഇറ്റ് ഈസ് അൺആബിൾ ടു റെസ്ട്രിക്ട് ദ ഇലക്ട്രിക് ഫ്ലോ ആഫ്റ്റർ സം ടൈം. ഓക്കെ, അതിന്റെ ഈ എയറിൽ ഭയങ്കരമായിട്ട് ഹെവി ചാർജ് വന്നത് കൊണ്ടെന്താണ്? അതിന് നിവർത്തിയില്ല, അവരെന്ത് ചെയ്യും? ഫ്ലോ ചെയ്യാൻ സമ്മതിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഡ്യൂ ടു ഹെവി ചാർജ് ഇറ്റ് ഈസ് അൺആബിൾ ടു റെസ്ട്രിക്ട് ദ ഇലക്ട്രിക് ഫ്ലോ. ഓക്കെ, അപ്പൊ ഫ്ലോക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയില്ല എയറിന്. അതെന്ത് ചെയ്യും? ഫ്ലോ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. ഓക്കെ, എന്താണ്? ദ നെഗറ്റീവ് ചാർജസ് ആൻഡ് പോസിറ്റീവ് ചാർജസ് മീറ്റ് വിച്ച് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക് സ്പാർക്സ്. ഓക്കെ, എന്താണ് ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ്? എങ്ങനെയായിരുന്നു പോസിറ്റീവ് ചാർജ്? എവിടെ ഉണ്ടായിരുന്നു മക്കളെ? എവിടെ ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ്? നമ്മളുടെ ഗ്രൗണ്ടിലുള്ള പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിച്ചത് എന്താ? നമ്മുടെ എർത്തിന്റെ സർഫസ് ഉള്ള പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് എവിടെയായിരുന്നു? നമ്മളുടെ ക്ലൗഡ്സിന്റെ അല്ലെ ലോവർ എഡ്ജസിലേക്കുള്ള ഉള്ള നമ്മുടെ നെഗറ്റീവ് ചാർജും തമ്മിൽ എന്ത് ചെയ്യും മക്കളെ? ഒരു അട്രാക്ഷൻ സംഭവിക്കും. അവരവിടെ ടച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും? സ്പാർക്ക് ഉണ്ടാകും. അതാണ് എന്തായിട്ട് വരുന്നത്? ലൈറ്റ്നിങ് ആയിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, വായിച്ചേ 7th പോയിന്റ് വായിച്ചേ. The negative and positive charges meet which results in the production of electric sparks in the form of streak of light. അതെന്താണ്? സ്ട്രീക്ക് ലൈറ്റിന്റെ സ്ട്രീക്ക് ആണല്ലേ. നമ്മളെ ലൈറ്റിംഗ് സംഭവിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും അല്ലെ. ഇങ്ങനെ ലൈറ്റിംഗ് സംഭവിക്കുന്നത് സ്ട്രീക്ക് ഓഫ് ലൈറ്റിന്റെ രൂപത്തിലായിരിക്കും. അക്കമ്പനീഡ് ബൈ എ സൗണ്ട്. എന്താണ് ആ സൗണ്ട് വരുന്നത്? നമ്മളെ തണ്ടർ അല്ലെ. അവിടെ ഒരു സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ആലോചിച്ച് നോക്കിയേ, ഈ സമയത്ത് നമുക്ക് ലൈറ്റ്നിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് തണ്ടർ കേൾക്കുന്നത് അല്ലെ, സൗണ്ട് കേൾക്കുന്നത്. നമ്മൾ ഒരു ഫസ്റ്റ് മിന്നൽ കണ്ടതിന് ശേഷമാണ് നമുക്ക് ഇടി വെട്ടുന്നത് അല്ലെ. ഇടി എന്നല്ല നിങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും? ബട്ട് ഇതെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെയിം ടൈമിലാണ്. നമുക്ക് എന്താ അറിയാം മക്കളെ? ലൈറ്റിന്റെ സ്പീഡ് ഭയങ്കര കൂടുതലാണ് എന്തിനേക്കാളും? സൗണ്ടിനെക്കാളും. അതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ലൈറ്റ്നിങ് സംഭവിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇടി വെട്ടുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് അതല്ല, സംഭവം രണ്ടും സെയിം ടൈമിലാണ് നടക്കുന്നത്. ബട്ട് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ലൈറ്റ് ആണ്. എന്തുകൊണ്ടാണ്? ലൈറ്റ് ആണ് പെട്ടെന്ന് സ്പീഡ് ഉള്ളത് ലൈറ്റിനാണ്. എന്തിനേക്കാളും? സൗണ്ടിനെക്കാളും അല്ലെ. അതുകൊണ്ടാണ് ലൈറ്റ് കഴിഞ്ഞിട്ടാണ് സൗണ്ട് സംഭവിക്കുന്നത് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു പറഞ്ഞേ? The negative charges and positive charge meet which results in the production of electric sparks in the form of a streak of a light accompanied by a sound. അല്ല, അതെന്താണ്? സൗണ്ടിനെ അക്കമ്പനി ചെയ്തിട്ടാണ് സൗണ്ട് വരുന്നത്. അതാണ് നമ്മൾ തണ്ടർ. ഓക്കെ, ദ സ്ട്രീക്ക് ഈസ് കോൾഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഹോൾ ഫിനോമിനൻ ഈസ് കോൾഡ് ഇലക്ട്രിക് ഡിസ്ചാർജ്. ഈ എല്ലാ ഒരു ഫിനോമിനും നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് ശരിക്കും നടക്കുന്നത്? ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ് നടക്കുന്നത് അല്ലെ. ഇലക്ട്രോണും പ്രോട്ടോൺസും തമ്മിലുള്ള അവർ തമ്മിൽ ഇത് സംഭവിക്കുമ്പോൾ സ്പാർക്ക് സംഭവിച്ചിട്ട് അവിടെ ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ് നടക്കുന്നത് അല്ലെ. പിന്നെ എന്തായിരുന്നു? ദിസ് ഇലക്ട്രിക് ഡിസ്ചാർജ് ക്യാൻ ഒക്കർ ബിറ്റ്വീൻ 2 or more ക്ലൗഡ്സ് അല്ലെ. ഇവർ തമ്മിൽ എന്താണ്? ക്ലൗഡ്സ് തമ്മിലും ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കാം അല്ലെ. നമ്മളുടെ ഗ്രൗണ്ട് ആയിട്ട് ക്ലൗഡ്സും ഗ്രൗണ്ടും തമ്മിൽ നടക്കാം. ക്ലൗഡ്സ് 2 ക്ലൗഡ്സ് തമ്മിലും ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കാം. എങ്ങനെ? അവിടെയുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസും തമ്മിൽ എന്ത് ചെയ്യാം? ഇതുപോലെ അട്രാക്ട് ചെയ്തിട്ട് അവിടെ സ്പാർക്ക് സംഭവിക്കാം എന്നാ. അതുകൊണ്ട് അതെന്താവും? ഇലക്ട്രിക് ഡിസ്ചാർജ് ആവും. ഓക്കെ, അപ്പൊ മാം ഈ പിക്ചർ ഒന്ന് നോക്കി. നമ്മളുടെ 3 ക്ലൗഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ല.
ഇവിടെ എന്താണ് മാം പറഞ്ഞ പോസിറ്റീവ് ചാർജസ് നെഗറ്റീവ് ചാർജസ്. ഇവിടെ ജസ്റ്റ് പോസിറ്റീവ് ചാർജസ് കാണിക്കുന്നുണ്ട്, ചെയ്യണ്ട കേട്ടോ. എന്താണ് നമ്മുടെ ഗ്രൗണ്ടിലുള്ള പോസിറ്റീവ് ചാർജ് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അത് അട്രാക്ട് ചെയ്ത് ഇവിടെ എന്താ ക്ലൗഡ് ടു ഗ്രൗണ്ട് ലൈറ്റ്നിങ് ആണ് നടക്കുന്നത്. ഓക്കെ, എന്താണ് ക്ലൗഡും ഗ്രൗണ്ടും കൂടെ ഇപ്പൊ മാം പറഞ്ഞ സംഭവം എന്ത്, നമ്മളുടെ സംഭവം ഗ്രൗണ്ടിലുള്ള പോസിറ്റീവ് ചാർജും എന്താണ് നമ്മളുടെ ക്ലൗഡിലുള്ള നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്ഷനിൽ വരുന്ന സ്പാർക്കിൽ വരുന്ന ലൈറ്റ്നിങ്. ഓക്കെ, അതാണ് ക്ലൗഡ് ടു ഗ്രൗണ്ട് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ക്ലൗഡ് ടു ക്ലൗഡ് ലൈറ്റ്നിങ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഈ ക്ലൗഡും തമ്മിൽ ലൈറ്റ്നിങ് സംഭവിക്കാറുണ്ട്. ഓക്കെ, അവിടെ ചാർജസിന്റെ ഇത് വന്നിട്ട് ലൈറ്റ്നിങ് സംഭവിക്കാറുണ്ട്. അതുപോലെ ക്ലൗഡ് ടു എയർ അടുത്തുള്ള എയറുമായിട്ടുള്ള അവിടെയും തമ്മിൽ ലൈറ്റിംഗ് സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാം ഈ പിക്ചർ കൊടുത്തു എന്നേ ഉള്ളൂ, ഡൗട്ട് അടിക്കേണ്ട. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇത് ഈ ഒരു പിക്ചർ കണ്ട് ഡൗട്ട് അടിക്കുന്നത് ജസ്റ്റ് മാം പറഞ്ഞത് മനസ്സിലായല്ലോ. എങ്ങനെയാണ് ലൈറ്റ്നിങ് എന്നുള്ളത് സംഭവിക്കുന്നത് മനസ്സിലായോ? ഒന്നും കൂടെ റീഡ് ചെയ്യണോ? നമുക്ക് ഒന്നും കൂടെ റീഡ് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തായിരുന്നു? സ്റ്റോറി ഓഫ് ലൈറ്റ്നിങ് ആണ് അല്ലെ. എന്തായിരുന്നു സ്റ്റോറി ഓഫ് ലൈറ്റ്നിങ്? എന്തൊക്കെയായിരുന്നു? During a thunderstorm, the hot air moves upwards while the raindrops fall downwards. Okay, മനസ്സിലായോ? Second point, this leads to a suppression of charges in the atmosphere. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ചാർജസ് തമ്മിലുള്ള ഒരു സപ്രഷൻ സംഭവിക്കുന്നു അല്ലെ. എന്തിരുന്നു? As a result, negative charges gets accumulated in the lower edges of the clouds, while positive charges accumulate in the upper edges. Okay, എന്താണ് മുകളിലെ എഡ്ജസിൽ പോസിറ്റീവ് ചാർജസും താഴെയുള്ള എഡ്ജസിൽ നെഗറ്റീവ് ചാർജും ആണ്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നാം പറഞ്ഞത് അല്ലെ, മനസ്സിലായണോ? എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ലേ? ഇവിടെയാണ് നമുക്ക് എന്ത് നടക്കുന്നത്? ലൈറ്റ്നിങ് സംഭവിക്കുന്നത് അല്ലെ. ഈ ഒരു പൊസിഷനിലാണ്. പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും നമ്മളൊരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പാർക്ക് ഒരു സ്ട്രീം ഓഫ് ലൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ജസ്റ്റ് മാം അവിടെ എഴുതിയുള്ളൂ കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ്, ദ ഗ്രൗണ്ട് ഈസ് അക്യുമുലേറ്റഡ് വിത്ത് പോസിറ്റീവ് ചാർജ്. ഓക്കെ, മാം പറഞ്ഞു ഗ്രൗണ്ട് എന്താണ് പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റഡ് ചെയ്യും അല്ലെ. ഫിഗറിൽ മാം കാണിച്ചു തന്നു. സെക്കൻഡ് ഫിഫ്ത്ത് പോയിന്റ് എന്താ? ദീസ് ചാർജസ് ബിഗിൻ ടു മൾട്ടിപ്ലൈ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ വിൻഡ് ആൻഡ് അല്ലെ റെയിൻഫോളും വിൻഡ് കൊണ്ട് എന്താണ് അതായത് ഇൻക്രീസ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, although the air is a poor conductor of electricity, നമുക്കറിയാം എയർ എന്താണ് ഒരു poor conductor, ഇലക്ട്രിസിറ്റി poor conductor ആണ്. Due to heavy charges it is unable എന്താണ് റെസ്ട്രിക്ട് ചെയ്യാൻ അൺആബിൾ ആണ്. ഓക്കെ, ഡ്യൂ ടു ഹെവി ചാർജസ് ഇറ്റ് ഇസ് അൺആബിൾ ടു റെസ്ട്രിക്ട് ദ ഇലക്ട്രിക് ഫ്ലോ ആഫ്റ്റർ സം ടൈം എന്നാ പറയുന്നത്. എന്താണ് കുറച്ചു നേരം അവിടെ പിടിച്ചു നിൽക്കും, ബട്ട് ചില സമയത്ത് അവർക്ക് എന്താണ് ചാർജസിന്റെ അക്യുമുലേഷൻ കാരണം എന്ത് ചെയ്യണം, അവർ ഫ്ലോ ചെയ്യാൻ സമ്മതിക്കേണ്ടി വരുന്നതാണ്. ഓക്കെ, ഏതൊരു ഒബ്ജക്റ്റ് നമുക്കറിയാം അവര് എന്താണ് വീക്ക് ആണ് കണ്ടക്ടർ ആണെങ്കിലും കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞ ചില സമയത്ത് കണ്ടക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഓക്കെ, ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് എന്തായിരുന്നു? ദ നെഗറ്റീവ് ചാർജസ് ആൻഡ് പോസിറ്റീവ് ചാർജസ് മീറ്റ് വിച്ച് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക് സ്പാർക്സ് അല്ലെ. അവിടെയുള്ള നെഗറ്റീവ് ചാർജസും നമ്മളുടെ ഗ്രൗണ്ടിലുള്ള പോസിറ്റീവ് ചാർജസും തമ്മിൽ എന്താണ് മീറ്റ് ചെയ്യുമ്പം അവിടെ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പാർക്ക് എന്ത് ചെയ്യും? ഇൻ ദ ഫോം ഓഫ് സ്ട്രീക്ക് ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ സ്ട്രീക്ക് ആയിട്ടാണ് അത് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. ഈ അക്കമ്പനിഡ് ബൈ എ സൗണ്ട്, അതാണ് നമ്മളുടെ തണ്ടർ എന്ന് പറയും. ഓക്കെ, തണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടി അല്ലെ, ഇടി. The streak is called lighting and the whole phenomenon is called electric discharge. ഈ whole phenomenon നമ്മൾ ഇലക്ട്രിക് ഡിസ്ചാർജ്. ശരിക്കും അവിടെ എന്താ നടക്കുന്നത് അല്ലെ? ചാർജിങ് ഡിസ്ചാർജ്, ചാർജ് എന്താണ് ചാർജ് ഇല്ലാതായി പോവാണ് അല്ലെ. രണ്ട് ചാർജും കൂടെ കൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇലക്ട്രിക് ഡിസ്ചാർജ് can occur between two or more clouds അല്ലെ. രണ്ട് ക്ലൗഡ്സ് തമ്മിൽ നടക്കാം, അതുപോലെ ക്ലൗഡ് ടു എയറും നടക്കും. അത് നാം ഒരു പിക്ചറിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈ പിക്ചർ കണ്ട് ഡൗട്ട് അടിക്കരുത്, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്തത് ഇതൊക്കെ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ മാം കൊടുത്തു എന്നുള്ളൂ. വൈ ഡസ് ലൈറ്റ്നിങ് സ്ട്രൈക്സ് ടോൾ ബിൽഡിങ്സ് ഈസിലി? എന്തുകൊണ്ടായിരിക്കും ടോൾ ബിൽഡിങ്സിലേക്കൊക്കെ ലൈറ്റ്നിങ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് തന്നെ അറിയാം, ടോൾ ബിൽഡിങ്സ് ആകുമ്പോൾ എന്ത് ചെയ്യണം, എന്താണ് നമ്മളുടെ എയറും
ബിൽഡിങ്സ് തമ്മിലുള്ള ദൂരം കുറവായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലൈറ്റിംഗ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായിരിക്കും നമ്മൾ ബിൽഡിംഗ് എന്തായിരിക്കും എന്താണ് പെട്ടെന്ന് ഈ ചാർജസിനെ ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യും മക്കളെ എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും ലൈറ്റിംഗ് പെട്ടെന്ന് നമ്മളുടെ ടോൾ ബിൽഡിങ്സിൽ എന്താണ് ഈസിലി സ്പൈക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് റീഡ് ചെയ്തോലോ. We know that lightning occurs as a streak of charges that fall towards the ground. അല്ലെ, നമുക്കറിയാം ചാർജസിന്റെ സ്ട്രീക്ക് ആണ് അല്ലെ ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. Okay, the tall buildings and tall trees can easily conduct a charge towards the ground. നമുക്കറിയാം ടോൾ ബിൽഡിങ്സും ഈ ട്രീസ് ഒക്കെ പെട്ടെന്ന് എന്താണ് ചാർജസിനെ കണ്ടക്ട് ചെയ്തിട്ട് എർത്തിലേക്ക് കൊണ്ടുപോകും അല്ലെ. The air gap between these buildings and lightning is short, hence they are more susceptible to lightning. Okay, അതെന്താണ് എയർ ഗ്യാപ്പ്, അവർ തമ്മിലുള്ള എയർ ഗ്യാപ്പ് കുറവായിരിക്കും. ഹൈറ്റ് കൂടുതലായിരിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മളുടെ എയർ ഗ്യാപ്പ് കുറവായിരിക്കില്ലേ അല്ലെ. നമ്മൾ ക്ലൗഡ്സും ഗ്രൗണ്ടും തമ്മിൽ, ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചെന്താ ഈ ട്രീസിനൊക്കെ മുകളിൽ ഉള്ള പോസിറ്റീവ് ചാർജസും നമ്മൾ ക്ലൗഡ്സിൽ നെഗറ്റീവ് ചാർജസും നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് ലൈറ്റ്നിങ് സംഭവിക്കും. അപ്പൊ അവര് പെട്ടെന്ന് നമ്മളുടെ ഈ എന്തിലേക്ക് ടോൾ ബിൽഡിങ്സിലേക്കൊക്കെ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ the air gap between these buildings and lightning is short, hence they are more susceptible to lightning. That does not mean that short objects would not be affected by it. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് ഷോർട്ടായ ഒബ്ജക്ട്സിനൊന്നും ലൈറ്റിംഗ് സംഭവിക്കില്ല എന്നില്ല കേട്ടോ. കൂടുതൽ ചാൻസസ് കുറച്ച് ഹൈറ്റ് ഉള്ള ബിൽഡിങ്ങിനാണ് എന്നേ ഉള്ളൂ. ബട്ട് എല്ലാ ഒബ്ജക്ട്സിലേക്കും ലൈറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം അല്ലെ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ് അല്ലെ, ഇടി വെട്ടും മഴ പെയ്യുന്നൊക്കെ അല്ലെ. നിങ്ങൾ കുറച്ച് പേടിയുള്ള സംഭവമാണ്. ഓക്കെ, അതിന് കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇനി അടുത്ത എന്താണ് നമ്മളുടെ ലൈറ്റിംഗ് സേഫ്റ്റി. ഓക്കെ, അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് ലൈറ്റിംഗ് സേഫ്റ്റി ആണ്. എന്താണ് one should not stay at an open place during lightning. ഓക്കെ, എന്താ പറയുന്നത് ഒരാള് ഒരിക്കലും ഒരു ഓപ്പൺ സ്പേസിൽ, ഒരു ഓപ്പൺ ഗ്രൗണ്ട്, അപ്പൊ നമ്മളിപ്പോ ഗ്രൗണ്ടിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ സ്പേസിൽ ഈ ലൈറ്റ്നിങ് ഓർ തണ്ടർ സ്റ്റോം ഉള്ള സമയത്ത് നിൽക്കരുത്. നിങ്ങൾക്ക് അറിയുന്നതല്ലേ, നിങ്ങളിപ്പോ ഒരു ഫുട്ബോളോ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഇടിയും മിന്നലൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ പാരന്റ്സ് പറയുമല്ലേ വേഗം വീട്ടിലേക്ക് കയറും, പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്പൺ സ്പേസിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റിംഗ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അല്ല. നമുക്കറിയാം അവിടെ ചാർജിങ് ഫ്ലോ ആണ് നമ്മുടെ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ ബോഡി എന്താണ് ഭയങ്കര കണ്ടക്ടർ ആണ് അല്ലെ. നമുക്കറിയാം പെട്ടെന്ന് ചാർജസ് ഒക്കെ നമ്മുടെ ബോഡിയിലൂടെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും അല്ലെ. കഴിഞ്ഞ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ലൈറ്റിംഗ് എന്താണ് അത് അഫക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ സ്പേസിൽ നിൽക്കരുത് ആ ടൈമിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, വൺ ഷുഡ് നോട്ട് സ്റ്റേ അറ്റ് എൻ ഓപ്പൺ പ്ലേസ് ഡ്യൂറിംഗ് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർസ്റ്റോംസ്. Hence, as soon as we hear an alert about lightning or thunderstorm, we should rush to a safe place such as house or building. അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു അലേർട്ട് കിട്ടി, അലേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ലൈറ്റ്നിങ് ഒരു സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയൊരു സൗണ്ട് നമുക്ക് കേൾക്കാറുണ്ട് അല്ലെ. മഴ പെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇനി ചിലപ്പോൾ ലൈറ്റ്നിങ് സംഭവിക്കുന്നു അല്ലെ. മഴ ചില മഴയ്ക്ക്, എല്ലാ മഴത്തും നമുക്ക് ലൈറ്റ്നിങ് ഉണ്ടാവാറില്ല. ബട്ട് അധികം മഴയ്ക്കും എന്താണ് നമുക്ക് ആകാശത്തും മിന്നലൊക്കെ കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ മഴ തുടങ്ങുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു സേഫ് ആയ പ്ലേസിലേക്ക് പോകും. സേഫ് ആയ പ്ലേസ് എന്ന് ഉദ്ദേശം എന്തായിരിക്കും, നമ്മളുടെ ഹൗസസ് ആയിരിക്കും. ഓക്കെ, ഓർ ബിൽഡിംഗ്. If somebody is there in a car or bus, ചിലർ ആ സമയത്ത് കാറിലോ ബസ്സിലോ ആണെങ്കിൽ should stay inside and open or keep all the door and window closed. ഓക്കെ, ഇനിയിപ്പം എല്ലാരും ഓപ്പൺ പ്ലേസിലായിരിക്കണം എന്നില്ലല്ലോ. അധികം ആൾക്കാരും എന്തായിരിക്കും ഹൗസസിലുള്ളത്, അവർ സേഫ് ആണ്. ഓക്കെ, ഇൻ കേസ് ചില കാര്യം എന്തെങ്കിലും നമ്മളുടെ വണ്ടി, നമ്മളുടെ കാറിലോ എനി വെഹിക്കിൾസ്, ഏതെങ്കിലും ഒരു വെഹിക്കിൾസിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഡോറൊക്കെ ക്ലോസ് ചെയ്യുക, വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് അതിൽ തന്നെ സേഫ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, വൺ ഷുഡ് റീഡ് ഇൻസൈഡ് ദ സേഫ് പ്ലേസ് അണ്ടിൽ സ്റ്റോംലെസ്. ഓക്കെ, എന്താണ് നമ്മളുടെ അവിടെ തന്നെ സ്റ്റോം നിൽക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ മനസ്സിലായ ലൈറ്റ്നിങ്ങിന് എങ്ങനെ സേഫ് ആയിട്ട് നിൽക്കണം. അപ്പൊ നമ്മൾ പുറത്തെ പ്ലേസിലാണ് എങ്കിൽ നമ്മൾ വേഗം ഒരു സേഫ് ആയ പ്ലേസിലേക്ക് മാറുക. പിന്നെ നമ്മളുടെ കാർ ഓർ വെഹിക്കിൾ, കാർസ് ഓർ വെഹിക്കിൾസ്, ബസ്സസ് ഓർ എവിടെയാണെങ്കിലും നമ്മൾ അവിടെ തന്നെ നിൽക്കുക. അവിടെ നിന്ന് അപ്പൊ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. നമ്മൾ അതിലെന്ത് ചെയ്യുക, ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടേ ഇരിക്കുക. ഓക്കെ, ഡൂസ് ആൻഡ് ഡോൺസ് ഫോർ ലൈറ്റ്നിങ് സേഫ്റ്റി. ഓക്കെ, എന്താ പറയുന്നത്, ലൈറ്റ്നിങ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്നതും ചെയ്യാത്തതും അല്ല. ഓക്കെ, ഒരിക്കലും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങൾ. ഓക്കെ, മാറിപ്പോകുന്നതാട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഡൂസ് ആൻഡ് ഡോൺസ് ഫോർ ലൈറ്റിംഗ് സേഫ്റ്റി. ഓക്കെ, ചെയ്യുന്നതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ നമ്മളുടെ ലൈറ്റിംഗ് സമയത്ത്. ഓക്കെ, ലൈറ്റിംഗ് സേഫ്റ്റിന്റെ സമയത്ത്. ഓക്കെ,
നമ്മളുടെ ഔട്ട്ഡോർ സേഫ്റ്റി എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ പുറത്തുള്ള സമയത്ത്. ഓക്കെ, എന്താ മക്കളെ പോയിന്റ് വരുന്നത്? വൺ ഷുഡ് നോട്ട് സ്റ്റേ ഇൻ എൻ ഓപ്പൺ പ്ലേസ് such as an open vehicle like a motorbike, tractor, open fields, elevated places or tall trees. Okay, എന്താ പറയുന്നത്? ഒരിക്കലും എന്താണ് ഒരാളും ഒരിക്കലും ഓപ്പൺ പ്ലേസസിൽ നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്പൺ പ്ലേസസ് ഉദ്ദേശിച്ചപ്പോൾ മാം നേരത്തെ പറഞ്ഞ മതി ഗ്രൗണ്ട് ഓർ എനി ഓപ്പൺ പ്ലേസ്. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? സച്ച് ഇസ് എൻ ഓപ്പൺ വെഹിക്കിൾ. ഓപ്പൺ വെഹിക്കിൾസ് ഉണ്ടല്ലേ, എല്ലാ വെഹിക്കിളും ക്ലോസ്ഡ് അല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബൈസിക്കിൾസ് അല്ലെ, അതുപോലെ മോട്ടോർ ബൈക്ക് ഒക്കെ ഓപ്പൺ ആണ് അല്ലെ. അത് നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന അതേപോലെ തന്നെയാണ് അല്ലെ. ഒരു വെഹിക്കിളിന് മുകളിൽ നിൽക്കുന്ന അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് ഓപ്പൺ തന്നെയാണ്. ഓക്കെ, അതുപോലത്തെ സ്ഥലത്തൊന്നും നിൽക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ വൺ ഷുഡ് നോട്ട് സ്റ്റേ ഇൻ എൻ ഓപ്പൺ പ്ലേസ് such as an open vehicle like എന്താണ് motorbike, tractor or an open fields, elevated place or tall trees. ഓക്കെ, ടോൾ ട്രീസിലോ മരത്തിന്റെ മുകളിലൊന്നും നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ എലിവേറ്റഡ് പ്ലേസസിലോ, എലിവേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റുള്ള ഏതെങ്കിലും പ്ലേസസിൽ നിൽക്കാതെ ഓപ്പൺ ഫീൽഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ടെറസിന്റെ മുകളിലൊക്കെ കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ബിൽഡിങ്സിനൊക്കെ ടെറസിന്റെ മുകളിൽ നമ്മളുടെ വീടിന്റെ നമ്മൾ ടെറസിന്റെ മുകളിലൊക്കെ കയറി നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് ലൈറ്റിംഗ് ഉണ്ടാവും, വേഗം അകത്തേക്ക് കയറണം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഡെയിലി ലൈഫിലല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ പാരന്റ്സ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ വേണോ അല്ലെ, ഇതൊക്കെ ശരിയാണോ? ശരിയാണ്. ഇങ്ങനെ ലൈറ്റിംഗ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, ചിലർ ഫോൺ എടുക്കരുതെന്ന് പറയും, അതുപോലെ വാൾസിലൊന്നും ചാരി നിൽക്കരുതെന്ന് പറയും ഇല്ലേ, കേട്ടിട്ടില്ലേ? നമ്മളുടെ ഈ വാളൊന്നും തൊടരുത്, അതുപോലെ പല കാര്യങ്ങളും പറയാറുണ്ട് പാരന്റ്സ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങളോട് ചിലപ്പോൾ ചപ്പൽ ധരിക്കാൻ പറയും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ്, നമുക്ക് ലൈറ്റിംഗ് എന്താണ്, അതുകൊണ്ട് ഒരു എന്താണ് നമുക്ക് ലൈറ്റിംഗ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ മേലെ കണ്ടക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? മാം പോയിന്റ് എന്നൊക്കെ പോയി. എവിടെയായിരുന്നു? വൺ ഷുഡ് നോട്ട് സ്റ്റേ ഇൻ എൻ ഓപ്പൺ പ്ലേസ് സച്ച് ആൻ ഓപ്പൺ വെഹിക്കിൾസ് ലൈക്ക് മോട്ടോർ ബൈക്ക്, ട്രാക്ടർ, ഓപ്പൺ ഫീൽഡ്സ്, എലിവേറ്റഡ് പ്ലേസസ് ഓർ ടോൾ ട്രീസ്. ഓക്കെ, ഇവിടുത്തെ ഇങ്ങനത്തെ പറഞ്ഞ ഏരിയയിലൊന്നും നമ്മൾ നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, വൺ ഷുഡ് നോട്ട് ക്യാരി an umbrella during storm. സ്റ്റോമിന്റെ സമയത്ത് എന്താണ് അംബ്രല്ല ക്യാരി ചെയ്യരുത് എന്നുള്ളത്. സ്റ്റോം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വിൻഡിന്റെ സമയത്തും ഈ സമയത്ത് അംബ്രല്ല ക്യാരി ചെയ്യരുത് അല്ലെ, കൊടയൊന്നും ക്യാരി ചെയ്യരുതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് എ പേഴ്സൺ ഇസ് അറൌണ്ട് എ ഫോറസ്റ്റ് they should not hide under short trees. എന്താണ് ഷുഡ് ഹൈഡ് അണ്ടർ ഷോർട്ട് ട്രീസ്. ഓക്കെ, ഇനിയിപ്പോ നമ്മളെ ഒരു സമയത്ത് ഫോറസ്റ്റിലൊക്കെ പോയതാണെന്ന് വിചാരിച്ച്, നമ്മളൊരു ഫോറസ്റ്റിലൊക്കെ പോയ സമയത്താണ് ഓക്കെ ആണ് ലൈറ്റിംഗ് സംഭവിക്കുക വെച്ചാൽ പെട്ടെന്ന് ഒരു ഷോർട്ട് ട്രീസിന്റെ ചോട്ടിൽ പോയി നിൽക്കാനാവും. എന്തുകൊണ്ടായിരിക്കും അത്? നമ്മളുടെ നല്ല വലിയ ട്രീസ് ആണെങ്കിൽ അവിടെ പെട്ടെന്ന് ലൈറ്റിംഗ് സംഭവിക്കുക അല്ലെ. നേരത്തെ മാം പറഞ്ഞ പോയിന്റിലുണ്ട് എന്തുകൊണ്ടാണ് ലൈറ്റിംഗ് പെട്ടെന്ന് വലിയ ട്രീസിലൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പെട്ടെന്ന് ഷോർട്ടായ ചെറിയ ട്രീസിന്റെ ചൂട്ടിലേക്ക് പോയി മാറി നിൽക്കാൻ നോക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, വൺ ഷുഡ് നോട്ട് ഗെറ്റ് നിയർ ടു എനി പോൾസ് ഓൺ മെറ്റൽ ഒബ്ജക്ട്സ്. ഓക്കെ, ഏതെങ്കിലും പോൾസിലോ മെറ്റൽ ഒബ്ജക്ട്സിന് ഏതെങ്കിലും പോൾസിന്റെ ചോട്ടിലൊന്നും നിൽക്കാതിരിക്കും. നമ്മൾ അതേപോലെ ടവറുകളൊക്കെ ഉണ്ടാവും, അതിന്റെ ചോട്ടിലൊന്നും നിൽക്കരുത്. നമ്മൾ മൊബൈൽ ടവേഴ്സ് അതിന്റെയൊക്കെ ചോട്ടിലൊന്നും നിൽക്കരുത് എന്നാണ് പറയുന്നത്. വൺ ഷുഡ് സ്ക്വാട്ട് ലോ ഓൺ ഗ്രൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ലേയിങ് ഡൗൺ. എന്താണ് വൺ ഷുഡ് സ്ക്വാട്ട് ലോ ഓൺ ഗ്രൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ലേയിങ് ഡൗൺ. എന്താണ് താഴത്തേക്ക് ലെയിൻ ചെയ്യുന്നത് സ്ക്വാട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ ഔട്ട്ഡോർ സേഫ്റ്റി കുറെ പറഞ്ഞു അല്ലെ. നിങ്ങൾ ഗ്രൗണ്ടിലൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യണം? ഗ്രൗണ്ടിലുള്ള സമയത്ത് മാക്സിമം നമ്മൾ വീട്ടിലേക്ക് ചോടുക. അല്ലെങ്കിൽ ഇനിയിപ്പം നമ്മൾ അടുത്തൊന്നും ബിൽഡിങ്സ് ഒന്നും അടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചെറിയ ട്രീന്റെ ചോട്ടിലേക്ക് പോയി നിൽക്കാം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനത്തെ കുറെ സേഫ്റ്റികളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ വീടിന്റെ ഉള്ളിൽ ഇൻഡോർ സേഫ്റ്റി എന്താണ്? ഇപ്പൊ നമ്മൾ ഔട്ട്ഡോർ കഴിഞ്ഞു അല്ലെ, ഔട്ട്ഡോർ പുറത്തുള്ള സമയത്ത്. ഇനി ഇൻഡോർ സേഫ്റ്റി എന്താണ് മക്കളെ? Lightning is an electric discharge, hence one should stay away from electrical wires, telephone cables, metal pipes during a thunderstorm. എന്താ പറയുന്നത്? നമ്മള് ലൈറ്റ്നിങ് എന്താണ് ഇലക്ട്രിക് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് നമ്മളുടെ ഇലക്ട്രിക്കൽ വയേഴ്സ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും, ഇലക്ട്രിസിറ്റി സംബന്ധമായ ഇലക്ട്രിക് അപ്ലയൻസസും ഒക്കെ എന്താണ് നമ്മൾ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്യാതിരിക്കുക. ടെലിഫോൺസ്, പിന്നെ അതുപോലെ നമ്മൾ കണ്ടിട്ടില്ലേ ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ ഒക്കെ നമ്മളുടെ ഫ്ലഗ് ഊരി വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതൊന്നും ഈ സമയത്ത് ലൈറ്റിംഗ് സമയത്ത് ടച്ച് ചെയ്യരുത്, ഓൺ ആക്കരുത് എന്നൊക്കെ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ലൈറ്റ്നിങ് ഇസ് ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ് ആൻഡ് വൺ ഷുഡ് സ്റ്റേ അവേ ഫ്രം ഇലക്ട്രിക്കൽ വയേഴ്സ്, ടെലിഫോൺ കേബിൾസ്, മെറ്റൽ പൈപ്സ് ഡ്യൂറിങ് തണ്ടർസ്റ്റോംസ്. ഓക്കെ, മെറ്റൽ പൈപ്സ് അതുപോലെ സ്റ്റീൽ പൈപ്സ് ഒക്കെ ഉണ്ടാവും
അത് ആ സമയത്തൊക്കെ നമ്മൾ അത് ടച്ച് ചെയ്യരുതെന്ന് പറയുന്നേക്കാം. അപ്പോൾ അയൺ റോഡ്സ് അതൊക്കെ നമ്മൾ എന്താണ് ഈ സമയത്ത് ലൈറ്റിനിങ് സമയത്ത് ടച്ച് ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും? ഈ മെറ്റൽസ് ഒക്കെ എന്താണ് നല്ല ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ, അതിലേക്കൊക്കെ ഈ ലൈറ്റിനിങ് വന്ന് സംഭവിച്ച് ഈ ചാർജസ് പെട്ടെന്ന് കണ്ടക്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് എത്താൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് എന്ത് മക്കളെ, ഈ സംഭവങ്ങൾ ഈ ലൈറ്റിനിങ് സമയത്ത് നമ്മളുടെ ഈ മെറ്റൽ ടൈപ്പുള്ള പൈപ്സ് അങ്ങനത്തെ ഒന്നും ടച്ച് ചെയ്യരുത്. ഓക്കെ, അതുപോലെ ഇലക്ട്രിക് അപ്ലയൻസസ് ആയ നമ്മൾ അതുപോലെ പല ഇലക്ട്രിക്കൽ അപ്ലയൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടി വി ആയാലും നിങ്ങൾ കാണാറുണ്ട് ടി വി ഒക്കെ അടിച്ചു പോയി. ഇതുപോലെ പല സാധനങ്ങളും നമ്മൾ എന്താണ് ലൈറ്റിംഗ് സമയത്ത് അടിച്ചു ഇതാവാറുണ്ട് അല്ലെ. കറണ്ട്, അതുപോലെ കറണ്ടിന്റെ വയറൊക്കെ പെട്ടെന്ന് കേടാവാറുണ്ട്. അതുപോലെ പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലെ. ഇപ്പൊ എന്തായിരുന്നു? Lightning is an electric discharge, hence one should stay away from electrical wires, telephone cables, metal pipes during thunderstorm. Okay. Second point നോക്കി, one may use a cordless phone or mobile phone in an emergency. Okay, എന്താണ് എമർജൻസി? നമ്മുടെ എമർജൻസി കേസിൽ നമുക്ക് എന്താണ് കോർഡ്ലെസ് ഫോൺ യൂസ് ചെയ്യാം. നമ്മുടെ ടെലിഫോൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിന് വയറായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഈ മൊബൈൽ ഫോൺസിലൊന്നും കണക്ഷൻസ് ഒന്നുമില്ല. അതുപോലെ കോർഡ്ലെസ് ഫോൺസ് ഒക്കെ നമുക്ക് എമർജൻസി കേസിൽ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, one should not come in contact with running water, hence one should avoid bathing. എന്താണ്? വെള്ളത്തിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാല് നിങ്ങളോട് പാരന്റ്സ് പറയാനുണ്ട് ഈ സമയത്ത് ബാത്ത് ചെയ്യരുത്, കുളിക്കരുത് അല്ലെ. എന്തുകൊണ്ടായിരിക്കും? വാട്ടർ എന്താണ്? ഒരു ഗുഡ് കണ്ടക്ടർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈമിൽ ലൈറ്റിന്റെ സമയത്ത് ബാത്ത് ചെയ്യരുത് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ബാത്ത് ചെയ്യരുത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വെള്ളം കൊണ്ട് കളിക്കരുത്. ഓക്കെ, should not come in contact with running water, hence one should avoid bathing. Okay, one should unplug all electrical appliances in the house. For example, TV, computers, music system, electrical lights do not cause any harm and hence can be kept on. Okay, എന്താണ് ഈ സമയത്ത് നമ്മൾ എന്താ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ എന്താണ് പറയുന്നത്? ഓഫ് ആക്കി അൺപ്ലഗ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ടി വി, എല്ലാ റെഫ്രിജറേറ്റേഴ്സ്, ഓക്കെ, അങ്ങനത്തെ പല സാധനങ്ങളും നമ്മൾ എന്ത് അൺപ്ലഗ് ചെയ്ത് ചെയ്തിടാണ് അവർ അല്ലെ. മാം നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? One should unplug all the electrical appliances in the house. For example, TV, computers or music systems. Electrical lights do not cause any harm and hence can be kept on. Electrical lights എന്താണ്? ഒരു ഹാമും ചെയ്യില്ല, അതുകൊണ്ട് നമുക്കത് ഓൺ ചെയ്തിടാം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ലൈറ്റ്നിങ്ങിനെ കുറിച്ച് നമ്മൾ എന്തായിരുന്നു? നമ്മൾ ലൈറ്റ്നിങ്ങിന്റെ സ്റ്റോറി പറഞ്ഞു, എങ്ങനെയാണ് ലൈറ്റ്നിങ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു അല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയോ? അപ്പൊ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക. ഞാൻ പറഞ്ഞതൊക്കെ പോയിന്റ്സ് ഒക്കെ നന്നായിട്ടൊന്ന് തറോ ചെയ്ത് റീഡ് ചെയ്യാം കേട്ടോ. നന്നായി മനസ്സിലാക്കി റീഡ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സേഫ്റ്റിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സേഫ്റ്റിനെ കുറിച്ച് പഠിച്ചു. അതൊക്കെ നന്നായിട്ട് റീഡ് ചെയ്യുക, എക്സാമിന് വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, പോയിന്റ്സ് വൈസ് ഒന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? ഇനി എന്താ അടുത്തത്? ഓക്കെ, അപ്പൊ മാം ജസ്റ്റ് പിക്ചർ വൈസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്താ സേഫ്റ്റിനെ കുറിച്ചിട്ട് അല്ലെ. സ്റ്റേ അവേ ഫ്രം വിൻഡോസ്. വിൻഡോസിന്റെ അടുത്തൊന്നും പോയി നിൽക്കരുത് എന്നാണ് പറയുന്നത്. ലൈറ്റിന്റെ സമയത്ത് വിൻഡോസിന്റെ അടുത്തൊന്നും പോയി നിൽക്കരുത്. അപ്പൊ എന്താ പറയുന്നത്? സ്റ്റേ അവേ ഫ്രം വിൻഡോസ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് സ്റ്റേ അവേ ഫ്രം വിൻഡോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് സേഫ്റ്റിയിൽ എഴുതാൻ പറയുമ്പോൾ ചെറിയ പോയിന്റ് ആക്കി എഴുതാം കേട്ടോ. അതുപോലെ ഡു നോട്ട് യൂസ് ടെലഫോൺ. ഞാൻ പറഞ്ഞു ടെലഫോൺസ് യൂസ് ചെയ്യരുത്. ഓക്കെ, ഫോൺസ് യൂസ് ചെയ്യരുത്. ടെലഫോൺസ് എന്താണ്? അതിന് വയർ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അതവിടെ എന്താണ് കണ്ടക്ഷൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ടെലഫോൺസ് യൂസ് ചെയ്യരുത്. ഡു നോട്ട് ബാത്ത്. തേർഡ് പോയിന്റ് ഡു നോട്ട് ബാത്ത് ആണ് അല്ല. ഈ സമയത്ത് കുളിക്കരുത്, ബാത്ത് ചെയ്യരുത്. ഓക്കെ, ഫോർത്ത് എന്താണ് പറയുന്നത്? ഡു നോട്ട് ലീൻ ഓൺ വാൾസ്. എന്താണ്? നമ്മുടെ വാൾസിൽ ഇങ്ങനെ ചാരി നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡു നോട്ട് അല്ലെ, വാൾസിന്റെ മുകളിലൊന്നും ചാരി നിൽക്കരുത്. വാൾസ് ഒക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് ചാർജസ് കണ്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അവോയ്ഡ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. ആ സമയത്ത് എന്താണ്? ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെയുള്ള ഉപയോഗം കുറയ്ക്കാം. ഓക്കെ, നമ്മൾ ചിലപ്പോൾ വീഡിയോ ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് ലൈറ്റിംഗ് സംഭവിക്കുന്ന സമയത്ത് അതൊക്കെ ഓഫ് ചെയ്ത് അൺപ്ലഗ് ചെയ്തിടാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അടുത്ത പോയിന്റ് നോക്കിയാൽ ഡു നോട്ട് വാഷ് ഡിഷസ് എന്നാണ് പറയുന്നത്. എന്താണ് ഡിഷസ് ഒന്നും വാഷ് ചെയ്യരുത്. കാരണം അത് റണ്ണിങ് വാട്ടർ ആണ്. ആ സമയത്ത് എന്താണ്? വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സമയമാണ്. അവിടെ എന്താണ്? ആ സമയത്ത് ലൈറ്റിംഗ് വന്നിട്ട് അവിടെ വാട്ടറിലേക്ക് കണ്ടക്ട് ചെയ്താൽ നമുക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കും. ഓക്കെ, അതുപോലെ എന്താണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അൺപ്ലഗ് അപ്ലയൻസസ്. എല്ലാ അപ്ലയൻസസും അൺപ്ലഗ് ചെയ്യാം. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു പാരന്റ്സ് ഇപ്പൊ ഈ ലൈറ്റിംഗിന്റെ സമയത്ത് നമ്മളെ പാരന്റ്സിനോട് നമ്മൾ അങ്ങോട്ട് പറയണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെ. മദർ ആൻഡ് ഫാദറിനോട് നമ്മൾ പറയാം എന്താണ്? എല്ലാ അപ്ലയൻസും നമുക്ക് എന്ത് ചെയ്യണം?
അൺപ്ലഗ് ചെയ്തിടണം അല്ലെ. എന്താണ് പാരന്റ്സിന് നല്ലൊരു ഹാപ്പി ആവും. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ അത് എന്ത് ചെയ്യണം അല്ലെ, അവര് എന്താ ചെയ്യണ്ടേ, നമ്മൾ പഠിച്ചത് എന്തായാലും നമ്മൾ ഇതാക്കണം, നമ്മുടെ ലൈഫിൽ അത് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ് മൈൻഡിൽ വെക്കാം. ഓക്കെ, ഇനി പറയുന്നത് ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് ഇതെന്താണ്? ഈ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് എന്ന് പറയാൻ നമ്മളെ ബിൽഡിങ്സിലൊക്കെ വലിയ വലിയ ബിൽഡിങ്സ് പറഞ്ഞു പെട്ടെന്ന് ലൈറ്റ്നിങ്സ് എന്താണ് പെട്ടെന്ന് കണ്ടക്ട് ചെയ്ത് ഷോക്ക് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഈ വലിയ വലിയ ടോൾ ബിൽഡിങ്സിലൊക്കെ നമ്മൾ ഈ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യും. അതെന്താണ്? ഒരു ഡിവൈസ് ആണ് നമ്മളുടെ ലൈറ്റിനിങ് എന്താണ് ലൈറ്റിന്റെ പെട്ടെന്ന് അതിന്റെ ചാർജസ് നമ്മൾ എർത്തിലേക്ക് വിടാൻ വേണ്ടി നമ്മൾ വെക്കുന്ന ഒരു കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ വായിച്ചു നോക്കിയാലോ? In order to protect buildings from lightning, a lightning conductor device is used. എന്താണ്? ഒരു lightning conductor device യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, when the building is being constructed, a metallic rod having height more than building is placed in the walls of a building. Okay, എന്താ പറയുന്നത്? നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നിങ്ങൾക്ക് ടൗൺ ഏരിയ ഒക്കെ പോയാൽ നമുക്ക് വലിയ വലിയ ബിൽഡിങ്സിന് മുകളിൽ കാണുന്നു അവിടെ എന്താണ് മുകളിൽ റോഡ് പോലെ കാണാം. ബിൽഡിങ്സിനേക്കാളും ഹൈറ്റിലാണ് അത് വെക്കുക. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് അതിലേക്ക് ലൈറ്റിനിങ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റിനിങ് അവിടേക്ക് അട്രാക്ട് ചെയ്ത് ആ അതിൽ റോഡിൽ നിന്ന് താഴോട്ട് നമ്മൾ എർത്തിലേക്ക് അത് വിടുകയാണ് ചെയ്യുന്നത് ചാർജസിനെ. ഓക്കെ, അപ്പം അത് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ലൈറ്റിനിങ് എന്താണ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? when the building is being constructed, a metallic rod having അതൊരു മെറ്റാലിക് റോഡായിരിക്കും ഹാവിംഗ് ഹൈറ്റ് മോർ ദാൻ ബിൽഡിംഗ് ഇസ് പ്ലേസ്ഡ് ഇൻ ദ വാൾസ് ഓഫ് എ ബിൽഡിംഗ്. അതൊരു മെറ്റാലിക് റോഡോടായിരിക്കും ഉണ്ടാക്കുക അല്ലെ. എന്താണ്? മെറ്റാലിക് റോഡ് ഗുഡ് കണ്ടക്ടർ ആണ്. അപ്പൊ അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ ചാർജസിനൊക്കെ പെട്ടെന്ന് അട്രാക്ട് ചെയ്ത് അതിലൂടെ ആ ഒരു മെറ്റാലിക് കണ്ടറിലൂടെ ആ റോഡ് നമ്മൾ നേരെ എവിടേക്കാ കണക്ട് ചെയ്യുക? താഴോട്ട്. എവിടെ? ഏർത്തിലേക്കാണ് കണക്ട് ചെയ്യുക. അപ്പൊ ഏർത്തിലേക്ക് താഴേക്ക് കണക്ട് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ചാർജസ് ഒക്കെ വിടുകയാണ് ചെയ്യുന്നത്. നമ്മളെ ബിൽഡിങ്ങിന് എന്താണ് ബിൽഡിംഗ് ഒന്നും ഷോക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Okay, one end of the road is in the air while the other end is buried inside. ഒരു എൻഡ്, ആ റോഡിന്റെ ഒരു എൻഡ് നമ്മൾ എയറിലായിരിക്കും അല്ലെ, ബിൽഡിങ്ങിന് മുകളിലായിരിക്കും. ഒരു എൻഡ് എന്ന് പറയുന്നത് എർത്തിന്റെ താഴോട്ട് ബറി ചെയ്തിരിക്കും, കുഴിച്ചിട്ട് നമ്മൾ എർത്തിന്റെ ഉള്ളിലേക്കായിരിക്കും വെക്കുക. ഓക്കെ, this road is a conductor, hence during lightning it allows the flow of electric charges to the ground. എന്താണ് ഈ ഞാൻ പറഞ്ഞു, ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ആയിരിക്കും. അത് പെട്ടെന്ന് കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചാർജസിനൊക്കെ ഫ്ലോ പെട്ടെന്ന് എന്തിലേക്ക് വിടും? എർത്തിലേക്ക് വിടും, ഫ്ലോ ചെയ്യും അല്ലെ. കണ്ടക്ടർ നമുക്കറിയാം എന്താണ്? ചാർജസിന് ഫ്ലോ ചെയ്യാൻ സംഭവിക്കുന്നതാണ് കണ്ടക്ടേഴ്സ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മെറ്റാലിക് റോഡ് യൂസ് ചെയ്യുന്നത്. കോപ്പർ റോഡ് അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതെന്ത് ചെയ്യും? ലൈറ്റ്നിങ് വരുമ്പോൾ നമ്മളുടെ അവിടേക്ക് ചാർജസ് വരും, അക്യുമുലേറ്റ് ചെയ്ത ചാർജസിനെ നമ്മൾ അത് ഫ്ലോ ചെയ്ത് നമ്മൾ താഴെ എർത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അത് ഫിഗറിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ബുക്സിൽ കാണാം, NCERT കാണാം. കണ്ടോ? ഇതാണ് ഒരു ബിൽഡിംഗ്, ഒരു ടോൾ ബിൽഡിംഗ് ആണ് വിചാരിച്ച്. ഇവിടെ കണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു വി ഷേപ്പ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ലൈറ്റ്നിങ് കണ്ടക്ടർ. കണ്ടോ? ഇതൊരു റോഡാണ്. ഈ റോഡ് നമ്മൾ ഈ ബിൽഡിങ്ങിനേക്കാൾ ഹൈറ്റിലാണ് ചെയ്യുന്നത്. കണ്ടോ? ഈ ഒരു ബിൽഡിംഗ് ഇത്രേ ഉള്ളൂ, ആ ബിൽഡിങ്ങുകൾ ഇത്ര ഹൈറ്റിലാണ് നമ്മൾ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ഇവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്ത് പോയി നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ? ഒരു കോപ്പർ പ്ലേറ്റ് ആണ് നമ്മൾ. അപ്പം ജസ്റ്റ് ഈ ഇവിടെ നിന്ന് നമ്മളിപ്പോ ലൈറ്റിനിങ് സംഭവിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇവിടെ ലൈറ്റിനിങ് നമ്മൾ എർത്തിലായിട്ടുണ്ട് കണ്ടാണ് ഇങ്ങനെ വന്നിട്ട് അത് ചാർജസ് ഒക്കെ ഫ്ലോ ചെയ്ത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് നമ്മൾ ജസ്റ്റ് എന്താണ് ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ കാണാട്ടെ ഈ ഫിഗർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെയ്തു പഠിച്ചുകൊണ്ടിരുന്ന മക്കളെ? ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു? In order to protect buildings from lighting, a lightning conductor device is used. Lightning conductor device ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. When the building is being constructed, a metallic rod having height അല്ലെ, എന്തിനേക്കാളും ആ റോഡ് ബിൽഡിങ്ങിനേക്കാളും ഹൈറ്റിലായിരിക്കും ആ റോഡ് കണക്ട് ചെയ്യുക. More than building is placed in the walls. ഓക്കെ, വാൾസിലെ ബിൽഡിങ്ങിനേക്കാളും മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ആ റോഡ് കണക്ട് ചെയ്യുക. എന്ത് റോഡായിരിക്കും യൂസ് ചെയ്യാം? മെറ്റാലിക് റോഡായിരിക്കും. one end of the road is in the air. ഒരു എന്തായിരിക്കും? ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ എയറിലായിരിക്കും അല്ലെ. നമ്മള് ആകാശത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് ചെയ്ത് എയറിലായിരിക്കും. വേറെ എൻഡ് ഏതിലേക്കും? എർത്തിൽ ബെറി ചെയ്തിരിക്കും അല്ലെ. എർത്തിലേക്ക് നമ്മൾ കുഴിച്ചിട്ട് രീതിയിൽ ബെറി ചെയ്ത രീതിയിലായിരിക്കും ആ ഒരു മെറ്റാലിക് റോഡ് ഉണ്ടാവും. അപ്പൊ one end of the road is in the air while the other end എവിടെ ആയിരിക്കും?
other end is buried inside the earth. Okay, this road is a conductor, hence during. ഈ റോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കണ്ടക്ടർ ആയിരിക്കും. അതാണ് മെറ്റാലിക് റോഡ് യൂസ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം മെറ്റൽസ് ഒക്കെ കണ്ടക്ടർ ആണെന്ന് അറിയാം. ഓക്കെ, the road is a conductor, hence during lightning it allows the flow of electric charges to the ground അല്ലെ. ഗ്രൗണ്ടിലേക്ക് ഇലക്ട്രിക് ചാർജസിന് ഫ്ലോ ചെയ്യാൻ ഈ കണ്ടക്ടർ സമ്മതിക്കും. അങ്ങനെ നമുക്ക് ആ ബിൽഡിംഗ് എന്തിൽ നിന്ന് നമുക്ക് ഇതാക്കാൻ പറ്റും? ലൈറ്റ്നിങ്ങിൽ നിന്ന് നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അതാണ് വലിയ വലിയ ബിൽഡിങ്സ് നമ്മൾ അതിന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ റൂൾസ് ഒക്കെ ഫോളോ ഇത് നമ്മളെ റൂളാണ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? കുറെ ബിൽഡിംഗ് റൂൾസ് ഉണ്ട്. നമ്മള് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് കുറെ റൂൾസ് ഉണ്ട്. അതുപോലെ കുറെ കാര്യങ്ങളുടെ റൂൾസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇത്ര ഹൈറ്റ് പാടുള്ളൂ, ഇത്ര ഹൈറ്റിൽ, അതേപോലെ ഇത്ര റോഡിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ കുറെ ബിൽഡിംഗ് റൂൾസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇങ്ങനത്തെ ഇത്ര ഹൈറ്റ്, ഒരു ഹൈറ്റിന് മുകളിലേക്കുള്ള ബിൽഡിങ്സ് ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ലൈറ്റിന് സേഫ്റ്റി ആയിട്ട് ഇങ്ങനത്തെ റോഡ് ഒരു കേബിൾസ് ഇങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് ഒരു റൂളാണ്. ഓക്കെ, മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്നില്ല, സിമ്പിളി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് എന്താ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. ഫിഗറിൽ ജസ്റ്റ് ഈ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു മക്കളെ? ലൈറ്റ്നിങ്ങിന്റെ സ്റ്റോറി ആയിരുന്നു അല്ലെ. സ്റ്റോറി ഓഫ് ലൈറ്റ്നിങ് ആയിരുന്നു ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫിനോമിന. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് നാച്ചുറൽ ഫിനോമിന, തണ്ടർ സ്റ്റോംസ്, സൈക്ലോൺസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ലൈറ്റ്നിങ്ങും എർത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ലൈറ്റ്നിങ്ങിന്റെ സ്റ്റോറി കഴിഞ്ഞു. ജസ്റ്റ് അതിന്റെ സേഫ്റ്റീസിനെ കുറിച്ച് പഠിച്ചു. ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ബിൽഡിങ്സിലൊക്കെ ഇങ്ങനെ അത് സേഫ് ആയിട്ട് വെക്കാം എന്നുള്ളതിന് നമ്മൾ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു പാർട്ട് ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു പാർട്ടിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, അപ്പം നമ്മളുടെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? എർത്ത് ക്വേക്ക് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ട് ഓക്കെ ആണല്ലോ. അപ്പൊ മാം നെക്സ്റ്റ് പാർട്ടിലേക്ക് അടുത്തത് പോവാം അല്ലെ. അപ്പൊ ഈ ഒരു പാർട്ട് ഓക്കെ അല്ലേ?